ഹലോ, ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ്. പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു 112 പേജുള്ള ഒരു ചെറിയ പുസ്തകം എന്ന് കരുതി അതിൽ പറയുന്ന കാര്യങ്ങൾ അത്ര ചെറുതല്ല കേട്ടോ. നിങ്ങൾ സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾക്കൊരു റെഫറൻസ് ടെക്സ്റ്റാണ്. എന്ന് കരുതി സാധാരണ നമ്മൾ കാണാറുള്ള റെഫറൻസ് ടെക്സ്റ്റുകളെ പോലെ ഇൻഫർമേഷൻസ് കുത്തി നിറച്ച് നമ്മളെ അങ്ങ് ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹൊയ്യോ എന്നൊരു ഇമോഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നല്ല. അതിന് കാരണം ഇതിൻ്റെ എഴുത്തുകാരനാണ്. ആ റൈറ്റർ പുള്ളിയുടെ ജീവിതാനുഭവങ്ങൾ വളരെ രസകരമായിട്ടുള്ള നാടൻ ഭാഷയിലും ശൈലിയും ഉപയോഗിച്ച് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേഷനിടയിൽ പുള്ളി കുറച്ച് സിനിമകളെക്കുറിച്ചും അതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള സാഹിത്യത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും കഥാസന്ദർഭങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തേഴ്സ്റ്റ് ഉണ്ടാവും. അതായത് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള കഥകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള പുസ്തകങ്ങളും അല്ലെങ്കിൽ സിനിമകളും കൂടെ ഒന്നുകൂടെ എടുത്തൊന്ന് വായിക്കണം. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുള്ള ആ സീൻസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് അറിയണം എന്നുള്ള തരത്തിലുള്ള ആ ഒരു ലെവലിലേക്കാണ് നമ്മുടെ ഒരു വായനയെ പുള്ളി കൊണ്ടുപോയി എത്തിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ മാതൃഭൂമി ഫെസ്റ്റിവലിൽ വെച്ച് പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തവോസ്കി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ബിപിൻ ചന്ദ്രനാണ് റൈറ്റർ. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ ഒരു ഭാഷ, ഒരു ശൈലി അതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട്. സോ ഈ റൈറ്ററുടെ ബാക്കി പുസ്തകങ്ങൾ, മുന്നേയുള്ള ചന്ദ്രഹാസം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഈ ഒരു പുസ്തകം കൂടെ വായിക്കേണ്ടതാണ്. ഇനി സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് കുറേ തിരക്കുകളുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല, വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കിഴിവുകൾ പറഞ്ഞ് വായനയിൽ നിന്ന് മാറി നിൽക്കുന്നവരോട് മാതൃഭൂമിയുടെ യൂട്യൂബ് ചാനലിൽ പുസ്തകോസ്കി എന്ന പേരിൽ തന്നെ ഇതിൻ്റെ പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ സമയമില്ല എന്നുള്ള കാരണം നിങ്ങൾ പറയരുത്. മറ്റൊരു പുസ്തകവുമായിട്ട് വീണ്ടും വരാം. താങ്ക്